നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാഹനം പെട്ടെന്ന് നിർത്തണം. ആദ്യം ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടത് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്ന പറയുമെന്ന് കമന്റ് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമാണ്, ഒരു വാഹനം പെട്ടെന്ന് നിർത്താൻ പറയുമ്പോൾ ആദ്യം ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടത് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഇതുപോലെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണം അതിയെ ആഗ്രഹമാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രാക്ടീസ് പറ്റില്ല, ലൈസൻസ് എന്നതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോലെ അപ്പൊ നിർത്തിക്കോ, പ്രായം കൊണ്ടായിരിക്കും പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിലും നോക്കിയാൽ തന്നെ അറിയാം 80-75 വയസ്സുള്ള അപ്പച്ചമാരും അമ്മച്ചിമാരും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനം വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് നിർത്തണം. ഈ നിർത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടത് ചോദിച്ചാൽ നമ്മുടെ വാഹനത്തിന്റെ ഗിയർ ഏതാണെന്ന് നോക്കണം. ഗിയറിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ. നിങ്ങൾ ഓരോ ഗിയറിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, ക്ലച്ചിലാണ് ബ്രേക്കും ചവിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് സമയത്തും അത് ഫസ്റ്റ് ഗിയർ ആണോന്നില്ല, അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ആണോന്നില്ല, ചിലപ്പോൾ തേർഡ് ഗിയർ ആകാം, ഫോർത്ത് ഗിയർ ആകാം. അപ്പൊ നമ്മള് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ഒരു വാഹനം തേർഡ് ഗിയറിലാണ്, ഇപ്പൊ ഞാനിപ്പോ തേർഡ് ഗിയറിലാണ് പോകുന്നത്. എനിക്കിപ്പോ പെട്ടെന്ന് നിർത്തണം, എന്ത് ചെയ്തു, ബ്രേക്കിലേക്ക് സ്ലോ ചെയ്തു, ക്ലച്ച് ചവിട്ടി നേരെയാക്കി ബ്രേക്കോടെ ചവിട്ടി നിർത്തി. കണ്ടാ, കൃത്യമായിട്ട് ഗിയർ മാറണ്ട, അവിടെ വാഹനം കൃത്യമായിട്ട് നമുക്ക് നിർത്താം. അതേപോലെ തന്നെ നമ്മളൊരു വാഹനം പിന്നെ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ തന്നെ എടുക്കുന്നു. ഇപ്പൊ ഫസ്റ്റ് ഗിയറിലും അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിലും ഒരു വാഹനം നമുക്ക് നിർത്തണം. ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിലാണ്, എനിക്ക് പെട്ടെന്ന് ഒരു വാഹനം നിർത്താം. ഞാൻ എന്ത് ചെയ്തു, ആദ്യമേ ക്ലച്ച് ചവിട്ടി സ്ട്രെയിറ്റ് ആണ് നമ്മുടെ സൈഡിലോട്ട് ആക്കി നേരെയാക്കി ബ്രേക്കോടെ വെച്ച് നിർത്തി. ഇപ്പൊ ഈ 2 രീതി നിങ്ങൾ കണ്ടു. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ നിർത്തിയത്, നമ്മള് തേർഡ് ഗിയർ മുതൽ മുകളിലോട്ടുള്ള ഏതൊരു ഗിയർ ആണെങ്കിലും, 3rd, 4th, 5th ഈ ഒരു ഗിയറിലാണ് നമുക്കൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു വാഹനം പെട്ടെന്ന് നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ബ്രേക്കിൽ സ്ലോ ചെയ്യണം. സ്ലോ ചെയ്താലും കൃത്യമായിട്ട് നമുക്കൊരു വാഹനം നമ്മുടെ കൺട്രോളിൽ നമുക്ക് നിർത്താൻ കഴിയത്തുള്ളൂ. കാരണം പല പല റോഡുകളാണ്, കാരണം മണ്ണുള്ള ടാറില്ലാത്ത റോഡുകൾ കാണും, അതുപോലെ തന്നെ വെള്ളമുള്ള റോഡുകൾ, മഴയൊക്കെ ഉള്ളപ്പോൾ വെള്ളം നിറഞ്ഞ റോഡുകൾ കാണും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ആദ്യമേ ക്ലച്ച് ചവിട്ടി എന്ത് സംഭവിക്കും, വണ്ടി തെന്നി മാറാനും അറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണം. സ്പീഡ് കുറച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ക്ലച്ച് ചവിട്ടി നമ്മുടെ കൺട്രോൾ ആയിരിക്കും, നമ്മൾ ക്ലച്ച് ചവിട്ടി നേരെയാണോ നോക്കിയിട്ട് ബ്രേക്ക് ചവിട്ടാൻ വേണ്ടി. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും വണ്ടി നിർത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആകുമ്പോൾ നമുക്ക് ബാക്കി സ്പീഡേ ഉള്ളൂ, ഒരു നടക്കുന്ന സ്പീഡേ ഉള്ളൂ വണ്ടിക്ക്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യമേ, അതായത് വണ്ടി ഓഫ് ആകാതിരിക്കാനുള്ള ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത്. അപ്പം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആകുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യമേ ക്ലച്ച് ചവിട്ടുക, നേരെയാണോ നോക്കുക, ബ്രേക്കോടെ ചവിട്ടി നിർത്തുക. ആ ഒരു രീതി വേണം ഫസ്റ്റിലും സെക്കൻഡ് നിർത്താൻ. തേർഡ് ഗിയർ മുതലാകുമ്പോൾ നമ്മൾ ആദ്യമേ ബ്രേക്ക് സ്ലോ ചെയ്തു, അതിനുശേഷം വണ്ടി നേരെയാണോ നോക്കി ക്ലച്ച് ചവിട്ടി, അതിനുശേഷം ബ്രേക്കോടെ ചവിട്ടി നിർത്തണം. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. എന്താ യൂസ്ഫുൾ ആയെന്നുള്ളത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.